പട്ടികജാതിക്കാരനായ യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. കൊല്ലം ഇളമ്പള്ളൂർ സ്വദേശി ബിനോദിനെയാണ് എറണാകുളം ചോറ്റാനിക്കര പോലീസ് മർദ്ദിച്ചത്. ബിനോദും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സിഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നാണ് പരാതി. പിന്നാലെ സിഐ KN മനോജ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും കുടുംബം പറയുന്നു. മർദ്ദനമേറ്റ് അവശനിലയിലായ ഇളമ്പള്ളൂർ സ്വദേശി ബിനോദ് ഇപ്പോൾ ചികിത്സയിലാണ്. ചോറ്റാനിക്കര സ്വദേശിയാണ് ബിനോദിന്റെ ഭാര്യ. ഇരുവരും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. സ്വർണം പണയം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഭാര്യ സഹോദരനെ അറിയിച്ചതിന് പിന്നാലെയാണ് പരാതി ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഏപ്രിൽ 16-ന് ചോറ്റാനിക്കര സിഐയുടെ സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയെന്നാണ് ബിനോദ് പറയുന്നത്. പിന്നീട് പുനലൂരിലുള്ള ജോലി സ്ഥലത്തേക്ക് ഇയാൾ മടങ്ങിയെത്തി. എന്നാൽ ചോറ്റാനിക്കരയിലെ വാടക വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ട് 22-ാം തീയതി CI മനോജ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് പരാതി. ഉപ്പൂറ്റിക്ക് ചെറിയ പൊട്ടലുണ്ട്, മൊത്തത്തിൽ ചതവുക, പിന്നെ കൈ ഇവിടെ മുറിവുണ്ട്, പിന്നെ എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. ഈണ് മൊത്തത്തിൽ ബാക്കി ചവിട്ടിയത് കൊണ്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈണ് മൊത്തത്തിൽ അനക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇവിടുന്ന് മൊത്തത്തിൽ 2 സൈഡും വേദനയാണ്. കാരണം മാറി മാറി എൻ്റെ ചെവുകന്നെ തടിച്ചായിരുന്നു. അത് ആഹാരമൊന്നും വയറ് ചെടിക്കാൻ വന്നില്ല. സിയാണ് ഉപദ്രവിച്ചത് കൂടുതൽ. കരയുമ്പം നിലവിളിക്കരുതെന്ന് പറഞ്ഞ് വാപത്തും വരാനെങ്കിലും. ജാതി പറഞ്ഞായിരുന്നു തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ബിനോദ് പറയുന്നു. CI ബൂട്ടിട്ട് ചവിട്ടുകയും ലാത്തി കൊണ്ട് അടിക്കുകയും ചെയ്തെന്ന് പരാതിയിലുണ്ട്. ഭാര്യ സഹോദരന്റെ ഒത്താശയോടെയാണ് എല്ലാം നടന്നതെന്നാണ് ആരോപണം. മർദ്ദനമേറ്റ അവശനായ ബിനോദിനെ കൊണ്ട് CI ചില പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ പോലീസ് ഉപദ്രവിക്കുമെന്ന് ഭയന്ന് കൊല്ലത്തെത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വൈദ്യസഹായം തേടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ CI മനോജ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ഒരു ഫോൺ സംഭാഷണവും പുറത്തു വന്നു. ബിനോദിനെ മർദ്ദിച്ചത് ഭാര്യയുടെ ബന്ധുക്കളാണെന്നും താൻ ഉപദ്രവിച്ചിട്ടില്ലെന്നുമാണ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ഇന്നത്തെ കേസ് അവന്റെ മുതുകത്തിലുള്ള പാടുകള്, അവന്റെ കാലിലുള്ള പാടുകള്, അതിന് പഴയ മുറിവുകളാ. പിന്നെ മുതുകത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒടിവ് വന്ന ഒരു കാരണവശാലും അങ്ങനെ ഒടി വരത്തക്ക രീതിയിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടല ഒടുവില്ല ഒടുവില്ല പൊട്ടലാണ്. ശരിക്കും ഇത് നമ്മള് ചെയ്തിട്ടുള്ള കാര്യമല്ല അത്. പക്ഷെ ഇത് എന്നാ പ്രശ്നം വെച്ചാൽ ഇവന്റെ തലേ ദിവസം ഇവന്റെ ഈ പെണ്ണിന്റെ ആങ്ങളമാരും ഉപദ്രവിച്ചിട്ടുണ്ട്. അതിപ്പോ എന്റെ അക്കൗണ്ടിലോട്ട് വന്നതായിരിക്കും. അത് തന്നെ. അപ്പൊ ഇപ്പൊ എന്തായാലും അവരാണെന്നുണ്ടെങ്കിൽ അവര് അത് അക്സെപ്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ സാറിപ്പോ എനിക്കിപ്പോ ഒന്നും പറയാനൊക്കാത്ത കണ്ടീഷനിൽ നിൽക്കുകയാണ്. മർദ്ദനത്തിൽ CI മനോജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം ബിനോദും സമുദായ സംഘടനയും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം.